1991-95 കാലത്ത് കെ കരുണാകരൻ്റെ മന്ത്രിസഭയിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായിരുന്ന ജനാബ് TH മുസ്തഫ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതി മോടി പിടിപ്പിക്കാൻ ഏതാണ്ട് 2 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചു എന്നത് അന്നൊരു വാർത്തയായിരുന്നു. അതിനെ തുടർന്ന് മുസ്തഫയെ സഖാക്കൾ പറയാത്ത ഒരു തെറിയും മലയാള ഭാഷയിലുണ്ടായിരുന്നില്ല. ഒരു ഔദ്യോഗിക വസതി മോടി പിടിപ്പിക്കാൻ മന്ത്രി മുസ്തഫ 2 ലക്ഷം രൂപയാണ് പൊട്ടിച്ചത് എന്ന് പറഞ്ഞ് വലിയ പുകിലായിരുന്നു, പൂക്കാറായിരുന്നു. പാവം മുസ്തഫ ആകെ വിഷമിച്ചു പോയി എന്നുള്ളതാണ് ചരിത്രം. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിട്ട് വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഔദ്യോഗിക വസതിയായിരുന്ന മൻമോഹൻ ബംഗ്ലാവ് മോടി പിടിപ്പിക്കാൻ ഏതാണ്ട് 28 ലക്ഷം രൂപ മറ്റോ ചെലവഴിച്ചു. അത് വിവാദമായി. ആ മന്ത്രിസഭയിൽ തന്നെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായിരുന്ന സഖാവ് C ദിവാകരൻ വീടിൻ്റെ മുറ്റത്ത് പട്ടിക്കൂടുണ്ടാക്കാനും മതിൽ അല്പം ഒന്ന് ഭേദഗതി ചെയ്ത് കെട്ടാനും ഒക്കെ ആയിട്ട് 11 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചു. അപ്പോൾ സഖാക്കൾക്ക് മനസ്സിലായി മന്ത്രിയായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. വിവാദമായി കഴിഞ്ഞപ്പോൾ ദിവാകരൻ അവിടെ നിന്ന് ഒരു വാടക വീട്ടിലേക്ക് മാറി. കോടിയേരി ബാലകൃഷ്ണൻ മറ്റൊരു വാടക വീട്ടിലേക്ക് മാറി. ഈ മോടി പിടിപ്പിക്കപ്പെട്ട സർക്കാർ ബംഗ്ലാവുകൾ പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല, അത് കഥയിലില്ല. ഇപ്പം ഇത് പറയാൻ കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ മഹാനായ മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രിയല്ല, കേരള മഹാരാജാവ്, കേരള ചക്രവർത്തി സഖാവ് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതി മോടി പിടിപ്പിക്കാൻ കഴിഞ്ഞ 3 കൊല്ലത്തിനകത്ത് ഏതാണ്ട് 1,81,00,000 രൂപ ചിലവഴിച്ച് കഴിഞ്ഞു. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ലിഫ്റ്റ് വെച്ചതിന് 17 ലക്ഷമായി. ഈ ക്ലിഫ് ഹൗസ് എന്ന് പറഞ്ഞ കെട്ടിടം പെയിൻ്റ് അടിക്കാൻ 12 ലക്ഷം രൂപയുടെ പെയിൻറ്റും പണിക്കൂലിയും ചിലവായി എന്നാണ് പറയുന്നത്. അതുപോലെ ചാണകക്കുഴി വൃത്തിയാക്കാനായിട്ട് 4,40,40,000 ഉറുപ്പിക ചിലവായി. പശുവിൻ്റെ വിലയിൽ ഉൾപ്പെടുന്നില്ല. കന്നുകാലി തൊഴുത്തിന് ഏതാണ്ട് 1/4 കോടിയുടെ അടുത്ത് ചിലവായി. 23 ലക്ഷമോ 24 ലക്ഷമോ ചിലവായി. ഇതേ നിരക്കിലാണ് പുള്ളിയുടെ ചിലവുകൾ മുന്നോട്ട് പോകുന്നത്. ഈ ഗാർഡ് റൂമിന് തന്നെ ഏതാണ്ട് 96 ലക്ഷം രൂപയോ മറ്റുമായി. ഇത് വിവരാവകാശ പ്രകാരം പുറത്തു വന്ന രേഖകളിൽ നിന്ന് മനസ്സിലായ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹത്തിന് സെക്യൂരിറ്റിക്കൊക്കെ ചിലവാക്കുന്ന സംഖ്യ വളരെ വളരെ കൂടുതലാണ്. തിരുവിതാംകൂറിൽ രാജഭരണമുള്ള കാലത്ത് പോലും ഇത്ര വലിയ എഴുന്നള്ളത്ത് ആരും കണ്ടിട്ടില്ല. രാജഭരണം അവസാനിച്ചതിന് ശേഷവും കണ്ടിട്ടില്ല. നമ്മൾ കണ്ടിട്ടുള്ള ഒരു എഴുന്നള്ളത്ത് എന്ന് പറഞ്ഞാൽ കരുണാകരൻ സാറിൻ്റെ എഴുന്നള്ളത്തായിരുന്നു. അതിന് തന്നെ മുന്നിൽ ഒരു പൈലറ്റ് വണ്ടി, പുറകിൽ ഒരു എസ്കോർട്ട് ജീപ്പുമേ ഉണ്ടായിരുന്നു. ഇതങ്ങനെയല്ലോ, 44 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി വലിയ കവചിത വാഹനങ്ങളും അതുപോലെ ഈ ഫയർ എഞ്ചിനും ആംബുലൻസും ഒക്കെ ആയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ എഴുന്നള്ളത്ത്. അപ്പോൾ ഇങ്ങനെ രാജകീയ പ്രതാപത്തോടുകൂടി അദ്ദേഹം ഇങ്ങനെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. മരാമത്ത് വകുപ്പ് മരുമോനാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് ചോദിപ്പിൻ തരപ്പെടും എന്ന രീതിയിൽ എന്ത് ചോദിച്ചാലും അപ്പം നടപ്പാക്കി കൊടുക്കും. ശുചിമുറി വൃത്തിയാക്കാൻ മാത്രം ഏതാണ്ട് 3 ലക്ഷം രൂപ ചിലവായി. അതാണ് പുള്ളിയുടെ ഭരണത്തിൻ്റെ ഒരു രീതി. ഇദ്ദേഹത്തെ പാവങ്ങളുടെ പണത്തലവൻ എന്നല്ല, പണക്കാരുടെ പണത്തലവൻ എന്നാണ് വിശേഷിപ്പിക്കേണ്ടത്. പണ്ട് ഉമ്മൻചാണ്ടിയുള്ള കാലത്ത് ആർക്കും ആ വാതിൽ തള്ളി തുറന്നങ്ങോട്ട് ചെന്ന് മുഖ്യനെ കാണാൻ വരും. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഒന്നുകിൽ പോലീസ് മേധാവികളായിരിക്കണം, അതല്ലെങ്കിൽ പുള്ളിയുടെ ഇഷ്ടക്കാരായ ഏതെങ്കിലും കരാറുകാരോ അല്ലെങ്കിൽ വ്യവസായികളോ ആയിരിക്കണം, അതല്ലെങ്കിൽ ഷാർജയിലെ സുൽത്താനെങ്കിലും ആയിരിക്കണം. അതിൽ കുറഞ്ഞ ആളുകൾക്കൊന്നും ക്ലിഫ് ഹൗസിൽ ചെല്ലാനോ മഹാരാജാവ് തിരുമനസിൻ്റെ മുഖം കാണിക്കാനോ പറ്റുകയില്ല. അപ്പോൾ അങ്ങനെ കേരളത്തിൽ ഒരു വലിയ രാജഭരണം അല്ലെങ്കിൽ ചക്രവർത്തി ഭരണം നടപ്പാക്കിയ ആൾ എന്ന രീതിയിലായിരിക്കും ഇദ്ദേഹത്തിൻ്റെ പേര് ഭാവി കാലത്ത് ചരിത്ര പുസ്തകങ്ങൾ രേഖപ്പെടുത്തുക. ഇതൊക്കെ കേട്ടാലും പുള്ളിക്ക് വല്ല ഉളുപ്പുണ്ടോ? യാതൊരു ഉളുപ്പുമില്ല. പുള്ളിയുടെ വിചാരം ഇതൊക്കെ ചെയ്യാൻ ജനങ്ങൾ അദ്ദേഹത്തിന് അനുവാദം കൊടുത്തിട്ടുണ്ട്, ജനങ്ങളുടെ അംഗീകാരത്തോട്ടാണ് പുള്ളി ഇങ്ങനെ ആർഭാടത്തിൽ ജീവിക്കുന്നത് എന്നാണ്. വളരെ ലളിത ജീവിതം നയിക്കുന്ന ആളാണ് അദ്ദേഹം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ലാളിത്യത്തിൻ്റെ പുറകിൽ ഇതുപോലെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ള. ഈ വിവരാവകാശ നിയമം വന്നുകൊണ്ടുള്ളൊരു വലിയ അപകടമാണിത്. ആർക്ക് വേണമെങ്കിൽ അപേക്ഷ കൊടുക്കാം, കണക്ക് സർക്കാരിൽ നിന്ന് ശേഖരിക്കാം. നീന്തൽ കുളത്തിൻ്റെ ചിലവ് ഇതിനകത്ത് വന്നിട്ടില്ല കേട്ടോ. കരുണാകരൻ്റെ കാലത്ത് കരുണാകരന് കാർ ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷമാണ് നീന്തൽ കുളം ഉണ്ടാക്കിയത്. അദ്ദേഹത്തിന് നീന്തൽ അനിവാര്യമാണ് എന്ന് ഡോക്ടർമാർ വിധിച്ചു. അതേ തുടർന്ന് ക്ലിഫ് ഹൗസിൻ്റെ കോമ്പൗണ്ടിലൊരു നീന്തൽക്കുളം ഉണ്ടാക്കി. പുള്ളി കുറച്ച് ദിവസം അവിടെ നീന്തി. അപ്പോഴേക്കും മനോരമയും മാതൃഭൂമിയും എല്ലാം കൂടി ലഹള ഉണ്ടാക്കി പുള്ളിയുടെ നീന്തൽ അവസാനിപ്പിച്ചു. ആ നീന്തൽക്കുളം പിന്നെ അങ്ങനെ വെറുതെ പായൽ പിടിച്ച് കിടക്കുകയായിരുന്നു. VK നായനാർ വീണ്ടും മുഖ്യമന്ത്രിയായിട്ട് വന്നപ്പോൾ ഈ നീന്തൽക്കുളം എന്ത് ചെയ്യും എന്ന് പത്രക്കാർ ചോദിച്ചു. പുള്ളി പറഞ്ഞ് നീന്തൽക്കുളത്തിൽ എൻ്റെ പട്ടിയെ കുളിപ്പിക്കും എന്നാണ്.
അന്ന് പുള്ളി പിണറായി വിജയൻ എപ്പോഴെങ്കിലും മുഖ്യമന്ത്രിയാവും എന്ന് വിചാരിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഏതായാലും പിണറായി സഖാവാണ് പിന്നെ നീന്തൽക്കുളത്തിന് ശാപമോക്ഷം കൊടുത്തത്. എ.കെ. ആന്റണി ആവട്ടെ, ഉമ്മൻചാണ്ടി ആവട്ടെ, അച്യുതാനന്ദനാവട്ടെ, നായനാരാകട്ടെ ഒരിക്കലും ഈ നീന്തൽക്കുളത്തിൽ ഇറങ്ങുകയോ നീന്തുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ പായൽ പിടിച്ച് പൂപ്പൽ പിടിച്ച് കിടന്ന ഈ നീന്തൽക്കുളത്തിന് ശാപമോക്ഷം കൊടുത്ത് പായലേ വിട പൂപ്പലേ വിട എന്ന് പറഞ്ഞ് അവിടെ വീണ്ടും അത് ചൈതന്യവത്താക്കിയത് ബഹുമാനപ്പെട്ട വിജയൻ സാറാണ്. പിന്നെ ക്ലിഫ് ഹൗസിലെ ഒരു തൊഴുത്ത് നേരത്തെ ഉണ്ടായിരുന്നു, അത് ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്തുണ്ടായിരുന്നു. മറിയാമ്മ ചേച്ചി അവിടെ ചില പശുക്കളെയൊക്കെ വളർത്തിയിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിപ്പോൾ കാണുന്ന രീതിയിൽ ഒരു വലിയ രമ്യഹർമ്മ്യമാക്കി മാറ്റിയത്, പശുക്കൾക്ക് പാട്ട് കേൾക്കാനുള്ള സൗകര്യം വരെ ഒരുക്കിയത് വിജയൻ സാറിൻ്റെ ഭരണകാലത്താണ്. ഈ അമ്മയ്ക്ക് പ്രാണവേദന മോക്ക് വീണവായന എന്ന് പറഞ്ഞ പോലെ ഈ പശുക്കൾക്ക് സംഗീതം, നാട്ടുകാർക്ക് സങ്കടം. ഇവിടെ പിച്ചച്ചട്ടിയുമായിട്ട് മറിയക്കുട്ടിയെ പോലെയുള്ള ആളുകൾ റൂട്ടിലിറങ്ങുന്ന കാലത്ത് അരിമണി ഒന്ന് കുറിക്കാനില്ലാത്ത അരിവളയിട്ട് കിൽക്കാൻ മോഹം എന്ന രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ ഭരണം നടക്കുന്നത്. ഈ റോം കത്തിയരിഞ്ഞപ്പോൾ നീറോ വീണ വായിച്ചു എന്ന് പറഞ്ഞിട്ടില്ലേ, അതേ അവസ്ഥയിലാണ് കാര്യങ്ങൾ. ഏതായാലും അഖില കേരള നീറോ എന്ന പേരിലും പുള്ളി ഭാവിയിൽ അറിയപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. വിപ്ലവം ജയിക്കട്ടെ, ഇൻക്ലാബ് സിന്ദാബാദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.